ഇലയട അതൊരു നൊസ്റ്റാൾജിക് ആയിട്ടാണല്ലേ. പണ്ട് മദ്രസ വിട്ട് വരുമ്പോൾ അന്നെന്താ ചായക്ക് കടിയെന്ന് വെച്ചാൽ അടയാണെന്ന് പറഞ്ഞാൽ അന്ന് ചായ കുടിക്കുക ഒരു പ്രത്യേക ഉഷാറാവും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് ലൂസാക്കി കുഴച്ചിട്ട് മാറ്റി വെക്കുക. 2 തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരവിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 അച്ച് ശർക്കര കുറച്ച് തിക്കായിട്ട് തന്നെ ഉരുക്കി ഒഴിച്ചു കൊടുക്കുക. നല്ല പഴുത്ത് പാകമായിട്ടുള്ള 2 റോബസ്റ്റാ പഴം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടക്കൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ ഇത് അടിപൊളിയാണ് കേട്ടോ. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അടക്കൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇലയിൽ വളരെ നൈസായിട്ട് തന്നെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ലോണം പരത്തിയെടുക്കുക. അട നല്ലോണം പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂട്ടം കൂടെ ഇതിലേക്ക് നന്നായി പരത്തിയെടുക്കുക. എല്ലാം കൂടെ നന്നായി പരത്തിയതിന് ശേഷം ഇല മടക്കാട്ടോ. അട നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് സ്റ്റീം വന്നതിന് ശേഷം അട വെച്ച് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇലയട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.